ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ജനനായകൻ്റെ കൂടെ റിലീസിന് പൊങ്കലിനിറങ്ങുന്ന ഒരു ചിത്രം കൂടെയാണ് പരാശക്തി. ജനനായകൻ ജനുവരി 9-നാണെങ്കിൽ പരാശക്തി ജനുവരി 10-നാണ് റിലീസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയൻ, രവിമോഹൻ, അഥർവ, ശ്രീലീല എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സുധാ കൊങ്കരയാണ് സംവിധാനം ചെയ്യുന്നത്. സുധാ കൊങ്കര സ്ക്രീൻ പ്ലേയിലും ആൻഡ് ഡയലോഗ്സിലും കൈവച്ചിട്ടുണ്ട്. ആൻഡ് ഡോൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസും ആകാശ് ഭാസ്കരനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ റെഡ് ജയൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളാണ് സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിലർ റിയാക്ട് ചെയ്യാം. വാവ് 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 शिवार्थियन रविमोहन मद्रासी दिल्ली आता मद्रासी हिंदी बोला हिंदीकारन मधुरा आता हिंदीकारन तमिழ் बोला இன்னைக்கு ரசம் சொல்றதானா அதர்வா சோறலாம் சாப்பிட மாட்டீங்களோ வாரம் தோறும் வீட்டுக்கு வந்து போற எதுக்கு கேள்வி போடுற ரசம் சொத்தீங்க வா டோன் பிக்சர்ஸ் நமஸ்காரம் வெளியில ஹீரோ வாங்குது தண்டம் வணக்கம் காலை செய்திகள். நாடெங்கும் அனைத்து மாநிலங்களிலும் இந்தியை அதிகாரப்பூர்வமாக ஆட்சி மொழியாக்கும் சட்டம் இயற்றப்பட உள்ளது. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം എന്നാണ് പറയുന്നത്. അതായത് ഒരു ഹിന്ദി തമിഴ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന. അപ്പം തുടക്കം തന്നെ അഥർവാനിയൊന്നു ശിവാർത്തിൻ്റെ അനിയനായിരിക്കും. അവർ തമ്മിലുള്ള കുറച്ച് ഹ്യൂമറും അല്ലെങ്കിൽ ബോണ്ട് തമ്മിലുള്ള ഒരു കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പടത്തിൽ. ശിവാർത്തിയും കാണാൻ ലുക്കായിട്ടുണ്ട്. இந்திய திணிக்கிற மத்திய சர்க்காருக்கு அடிமை வேலை பார்த்து நல்லா சம்பாதிக்கிறானே இந்த வீட்டு கொலசாண்டாவே ஆகாஷ் பாஸ்கர் எனக்கு ஹிந்தி சொல்லி கொடு. இப்படி அழுக்க மூட்டியா வந்தா மண்டையில எப்படி ஏறும்? சுத்த பத்தமா பா ஓயா. நானும் போக மாட்டேன். பொறுக்கி யாரை பொறுக்கின்ற கறி பொறுக்கி அண்ணா பெரியார் கிட்ட விருது வாங்க. நீ இந்த புள்ள கிட்ட அடி வாங்கி இந்தி கத்திக்கிட்டு பொழப்பு நடத்தமாடா. போடா நீ சொல்லு. ஓ ये एक मूर्ख है. കെമിസ്ട്രി പഠിച്ചവங்க ഉരുവാക്കുന്ന നെരുപ്പ്. അപ്പോൾ അത് നമുക്കറിയാം. ശ്രീലീല ഒരു ഹിന്ദിക്കാരിയാണ്, അല്ലെങ്കിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ശിവകാർത്തികേയൻ ഹിന്ദി പഠിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ എന്തായാലും സ്വാഭാവികമായിട്ടൊരു കെമിസ്ട്രി ഉണ്ടാവും. ഇഷ്ടത്തിലാവാൻ ചാൻസ് കൂടുതലാണ്. സിനിമ അതാണല്ലോ. ഇനിയാണ് കഥയിൽ പോകുന്നു തോന്നുന്നു. கட்டடத்தை ஏன்டா எரிச்ச பொறுக்கி. ஆனா இப்போ ஏன் எரிது எதுக்கு எரிந்து பார்க்க வருவாங்கல்ல. உங்களுக்கு அரசாங்கத்தோட பிரச்சனை. டெல்லிக்கு போய் உங்க எதிர்ப்பு தெளிவுபடுத்துங்க. டெல்லி தான் இங்க வா. தங்க இடம், நேரத்துக்கு சாப்பாடு, போட்டுக்கு நல்ல துணி மணி, கேட்கறப்பெல்லாம் காசு. அதான் போராட்டம் பண்றது. குண்டில கொழுப்பேறி போய் கிடக்கு. ஊர்வலம் அமைதியாக தான் போயிட்டு இருக்கு. பிரச்சனை எதுவும் இல்லை சார். அப்ப பிரச்சனையை உருவாக்குங்க. ஊர்க்கா போராடிட்டு இருக்கான். உங்க மக்களே உங்க மேல யுத்தம் நடத்துறாங்க. 4 காலி பயலுங்க ஒரு பில்டிங்க பத்த வச்சு கிளம்பி வந்திருக்கீங்க. அந்த காலி பயலுங்க தான் மக்களோட பார்வையில தலைவரா தெரியலாம்ல சார். உங்க ஊர்ல பதுங்கி இருக்கிற மாணவர்களை உடனே வெளியே அனுப்புங்க. 1 கோடி பேருக்கு கேட்குற மாதிரி சுடுவோம். சத்தம் கேட்டு அவனே வருவான். ആക്ച്വലി ട്രെയിലർ ഇതുവരെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോരാട്ടം തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും വെടിവെച്ച് അല്ലെങ്കിൽ എല്ലാവരും അടിച്ച് അവൻ ഒളിഞ്ഞിരിക്കുന്നവൻ വരും. ശിവകാർത്തികൻ വരും. പോരാട്ടമല്ലേ, പോരാട്ടാകുമ്പോൾ ഈ ഒളിഞ്ഞിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ രവിമോഹൻ പട്ടക്ക് വില്ലനിസം സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, പക്ക കണ്ടന്റ് ഓറിയന്റഡ് ആണ് സിനിമ. ആ ഒരു എന്താ പറയുക, ഇതിൽ പറയുന്നത് ഹിന്ദി സംസാരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു ടോപ്പിക് പോലെയാണ് പറയുന്നത്. മുമ്പ് നടന്ന ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നും പറയുന്നുണ്ട്. ഫ്രെയിംസ് ഒക്കെ കൊള്ളാം. பண்ணவன் யாரா இருந்தாலும் அவன் என் தம்பி. ஆனா தமிழர்கள் ஹிந்திக்கு எதிரானவங்க இல்லைன்னு நான் நினைக்கிறேன். நாங்க ஹிந்தி திணிப்புக்கு தான் எதிரானவங்க. ஹிந்திக்கோ ஹிந்திக்காரங்களுக்கோ இல்லை. ஐ நீட் யுவர் ஆர்டர்ஸ். பொள்ளாச்சிலே அடிச்சு பொள்ளாச்சிலே போயிச்சிடும். ஆன்டி நேஷனல் ஸ்கம். செந்தமிழை காக்க பெரும் சேனை ஒன்று உண்டு. பராசக்தி
ട്രെയിലർ ഗൈസ്, സൂപ്പർ ട്രെയിലർ. ഒരു പക്ക കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം തന്നെയാണ് പരാശക്തി വരാൻ പോകുന്നത്. ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ശിവകാർത്തികേയൻ്റെ ഒരു കിട്ടിലം പെർഫോമൻസ് എൻ്റെ സിനിമയിൽ കാണാം. ആ ഒരു ഇത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ഹിന്ദിക്ക് എതിരെയൊന്നുമല്ല, ഹിന്ദി തീനിക്കുന്നതിലാണ് എതിര്. ഹിന്ദിയിലോ അല്ലെങ്കിൽ ഹിന്ദിക്കാരന്മാരിലോ കൂടെ ആയിട്ടോ നമുക്ക് എതിരൊന്നുമില്ല. അപ്പോൾ ആ ഒരു നല്ലൊരു കണ്ടന്റ് പടം തന്നെയാണ് വരുന്നത്. ആൻഡ് ശിവകാർത്തിൻ്റെ എന്താ പറയുക, കോസ്റ്റ്യൂമും കാര്യങ്ങളും ഗെറ്റപ്പൊക്കെ കൊള്ളാം. നന്നായിട്ടൊരു ഫീൽ ഗുഡ് പോലെ ആ തുടക്കത്തിൽ കണ്ടിട്ട് പിന്നെ അവസാനം ആ ഒരു കണ്ടന്റ് ഓറിയന്റിലേക്ക് സിനിമ വരുന്നു. പിന്നെ ശ്രീലീലയായിട്ടുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് ഹിന്ദി പഠിക്കാൻ വരുന്നു, അതുപോലെ കോമഡിയും കാര്യങ്ങളും പിന്നെ പഠിക്കുന്നതായിരിക്കും. പിന്നെ വരുന്ന അഥർവായും തമ്മിലുള്ള ഒരു ബോണ്ട്. അഥർവ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ആക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് പക്ഷെ ഒരു എന്താ പറയുക, ഒരു നല്ല റോൾ അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു റോളൊന്നും അങ്ങനെ അധികം സിനിമയിലൊന്നും കിട്ടിയിട്ടില്ല. ഈ സിനിമയിൽ ഒരു നല്ല റോൾ കിട്ടുമെന്ന് തോന്നുന്നു. അത് പറയുന്നുണ്ട്. അഥർവയ്ക്ക് പൈസ ഒന്നും കിട്ടാതാകുമ്പോൾ അഥർവ ഈ പോരാട്ടത്തിന് വേണ്ടി പോകും. അപ്പം എപ്പോഴും പൈസയും കാര്യങ്ങളും ഫുഡൊക്കെ കിട്ടുമ്പോൾ അഥർവ ആ വില്ലൻ്റെ കൂടെ ചേർന്ന് ആ പോരാട്ടങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കാണാം. അത് തടയാൻ വേണ്ടി ശിവകാർത്തികേയൻ നിൽക്കുന്നുണ്ട്. പിന്നെ രവി മോഹൻ എനിക്ക് തോന്നുന്നു പോലീസായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റോളാണ്. എനിക്ക് തോന്നുന്നു രവി മോഹൻ്റെ റോള് കലക്ക്. കാരണം വില്ലനായിട്ട് കാണുന്ന ഓരോ സ്ക്രീൻ പ്രസൻസിലും കിട്ടില്ല ആറ്റിറ്റ്യൂഡാണ് രവി മോഹൻ കാണിക്കുന്ന. ആ തോക്ക് ചൂണ്ടുന്നതായാലും സംസാരിക്കുന്നതായാലും ഒരു പക്ക വില്ലനിസ് അതിൽ കാണുന്നുണ്ട്. പിന്നെ സിനിമ അവസാനം വരുമ്പോഴേക്കും നല്ലൊരു കണ്ടന്റ് ആയിട്ട്, ആ ട്രെയിലർ തന്നെ തുടക്കത്തിൽ തന്നെ ഫീൽ ഗുഡ് എന്ന് വന്ന് അവസാനം നല്ലൊരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമ എത്തുന്നുണ്ട് മൊത്തത്തിൽ. പിന്നെ GV പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക്, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നല്ല മ്യൂസിക്. അതായത് ഈ ട്രെയിലറിലെല്ലാം നല്ല BGM ആയിരുന്നു, കേട്ടപ്പോൾ തന്നെ കൊള്ളായിരുന്നു. പിന്നെ വരുന്നത് സുധാകങ്കര ഇതൊരു ബേസ്ഡ് ഓൺ ഈവൻസ് എന്നാണ് പറയുന്നത്, ട്രൂ ഈവൻസ്. അപ്പോൾ സിനിമ നല്ല രീതിക്ക് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ട്രെയിലർ നന്നായിട്ടുണ്ട്, ഇനി സിനിമയും വരട്ടെ. അപ്പോൾ അവരിതായിരിക്കും പറഞ്ഞത് സിനിമയോടുള്ള കോൺഫിഡൻസ് എന്ന്. അപ്പോൾ മൊത്തത്തിൽ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ഒരു പൊങ്കൽ ഉറപ്പിക്കാൻ വേണ്ടി അവർ നല്ലൊരു കോൺഫിഡൻസ് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. കൂടെ ഉള്ളത് ജനനായകനും കൂടെയാണ്. ജനനായകന് ഒരു ദിവസം കഴിഞ്ഞാണ് പരാശക്തി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രെയിലർ നന്നായിട്ടുണ്ട്. നല്ലത് വന്നാൽ നല്ലതെന്ന് പറയും. ട്രെയിലർ നന്നായിട്ടുണ്ട്. ശിവകാർത്തികേയന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രവി മോഹനാണ്. ആ ഒരു ഓറ കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു മാസീവായിട്ട്. ആൻഡ് ആ പോലീസ് ആ സ്ഥലങ്ങളും കാണിക്കുന്നതൊക്കെ ഒരു 1964 പഴയ കാലഘട്ടത്തിൽ ആ ഫീൽ, ഞാൻ പറഞ്ഞ ഒരു വിൻറ്റേജ് വൈബും കാര്യങ്ങളൊക്കെ സിനിമയിൽ തരുന്നുണ്ട്. പിന്നെ ശ്രീലീലയും കൊള്ളാം. പക്ഷെ ശ്രീലീല എന്തോ നല്ല സ്കെൽറ്റായിട്ടിരിക്കുന്നു ഈ സിനിമയിൽ. അപ്പോൾ അത് കഥയ്ക്ക് ആസ്പദമായി ഇരിക്കാം, അങ്ങനെ ആയിരിക്കാം. പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ആ ട്രെയിനൊക്കെ സൂപ്പറായിട്ട് കാണാനൊക്കെ കൊള്ളാം. പിന്നെ ശിവകാർത്തിൻ്റെ ആ സൗണ്ടും അറിയാമല്ലോ, ശിവകാർത്തി സംസാരിക്കുന്ന ഹിന്ദി. അത് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പോരാട്ട പടമായിരിക്കും. ഇത് മുമ്പ് തമിഴ്നാട്ടിൽ നടന്നൊരു ഇഷ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ടൊരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് ആണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, അടി പിടി, രക്തം, പിടിച്ചടക്കൽ, ഒളിച്ചിരിപ്പ്, ഒരു പോരാട്ടം എങ്ങനെയായിരിക്കും അതുപോലെ. അപ്പം പോരാട്ട വീരനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വില്ലൻ്റെ ആൾക്കാർ എന്തൊക്കെ ചെയ്യും, അതുമാതിരി സിറ്റുവേഷനിലാണ് പറയുന്നത്. രവി മോഹൻ ആന്റഗോണിസ്റ്റ് റോളിലാണ് വരുന്നത്. ശിവകാർത്തികേയനെ അടിച്ച് കലക്കുന്നുണ്ട്. പിന്നെ അവസാനം ഇവർ തമ്മിലുള്ള ഫൈറ്റ്, അത് കാണാൻ തന്നെ ഒരു രണ്ട് യങ് ആക്ടേഴ്സ് കൂടി നിൽക്കുമ്പോൾ ആ ഒരു സിനിമ, ആ ഒരു നല്ലൊരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഒരു ത്രില്ല് തോന്നുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് അടിക്കാൻ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ജനുവരി 10 പൊങ്കലിന് റിലീസിന്. മൊത്തത്തിൽ ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടത്തിന് എന്തായാലും തീർച്ചയായിട്ടും പോകും. അപ്പോൾ കണ്ടറിയാം ആർക്കാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.